അമേരിക്കയുടെ മുൻ പ്രസിഡന്റും ഇത്തവണ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന കൊലപാതക ശ്രമങ്ങളെ അപലപിച്ച് വത്തിക്കാൻ ജനങ്ങളെയും ജനാധിപത്യത്തെയും വ്രണപ്പെടുത്തുകയും ദുരിതം ഉണ്ടാക്കുകയും ചെയ്യുന്ന അക്രമ സംഭവങ്ങളിൽ വത്തിക്കാൻ ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയാണെന്ന് വത്തിക്കാൻ പ്രസ് കോൺഫറൻസ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറഞ്ഞു. അമേരിക്കയ്ക്കും ഇരകൾക്കും വേണ്ടിയുള്ള US ബിഷപ്പുമാരുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുകയാണെന്നും അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ വത്തിക്കാൻ പ്രസ്താവിച്ചു. പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ ശനിയാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ 3:38 പ്രചരണ യോഗത്തിൽ പ്രസംഗിക്കവെയാണ് ട്രംപിന് വെടിയേറ്റത്. അദ്ദേഹത്തിന്റെ ചെവിക്കാണ് വെടിയേറ്റത്. വെടിവെപ്പിൽ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്താൻ എത്തിയ ഒരാൾ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അക്രമത്തെ അപലപിച്ച് ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നേതാക്കൾ രംഗത്ത് വരികയുണ്ടായി. അതേസമയം പെൻസിൽവാനിയയിൽ വെടിവെപ്പുണ്ടായ സ്ഥലത്തു നിന്ന് അക്രമിയുടേതെന്ന് കരുതുന്ന AR-15 സെമി ഓട്ടോമാറ്റിക് റൈഫിൾ കണ്ടെടുത്തതായി സുരക്ഷാ സംഘങ്ങളെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ വെടിവയ്പിൽ പരിക്കേറ്റ ഡൊണാൾഡ് ട്രംപ് ആശുപത്രി വിട്ടു. ട്രംപ് പിറ്റ്സ്ബർഗിൽ നിന്ന് പുറപ്പെട്ടതായി പെൻസിൽവാനിയ ഗവർണർ ജോർജ് ഷാംപീരോ പറഞ്ഞു.